ഇന്ന ആൾ നന്നായിട്ട് വരും എന്ന് അയാൾക്ക് തോന്നിയാൽ മമ്മൂക്ക അയാളെ കൊണ്ടുവരും. പിന്നെ ആൾ രക്ഷപ്പെടുന്നത് അയാളുടെ ഇതാണ്. എന്നോട് പലപ്പോഴും പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഞാനിത് സിൻസിയറായിട്ട് പറയും, പിന്നെ ടോണി ഉണ്ടോ ഇല്ലേ എന്ന് അത് അവരാണ് തീരുമാനിക്കുക. എൻ്റെ 126ാമത്തെ സീരിയലാണ് ഇപ്പോൾ ഈ പത്തരമാറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ മിഖായലിൻ്റെ സന്തതികൾ എന്ന സീരിയൽ, ജൂഡട്ടിപ്പേറ്റിയുടെ സീരിയലിലാണ് എൻ്റെ തുടക്കം. ആ തുടക്കം തന്നെ എൻ എഫ് വർഗീസും ബിജു മേനോനും എലിയാസ് ബാബു, അങ്ങനെ മികച്ച നടന്മാരുടെ നീനാക്കുറുപ്പ്, അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ചാണ് എൻ്റെ തുടക്കം. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സിനിമ ഇതിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പൊ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 1982 തുടങ്ങിയ ഒരു സിനിമ യാത്ര, തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? അടയാറിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു രഘുവരൻ. അന്ന് പുള്ളി സിനിമയിലൊക്കെ ഈ തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ അടയാറിന്ന് പഠിച്ചിറങ്ങിയപ്പോഴേക്കും അയാൾ സൂപ്പർ സ്റ്റാറായി. കുറേ നല്ല സിനിമകൾ ചെയ്തിട്ട് പോലും നമുക്കൊരു രണ്ടാമതൊരു എൻട്രി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പക്ഷെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവർക്കും കൂടി തോന്നണം, ഒരു ഡയറക്ടർക്ക് തോന്നണം, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് തോന്നണം, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് തോന്നണം, ഈ ക്യാരക്ടർ ടോണി ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോഴേ നമ്മളതിലേക്ക് എൻ്റർ ആവുള്ളൂ. അത് സമയമാണ്, ഭാഗ്യം കൂടി വേണം, ഈശ്വരാധീനം വേണം. ഹായ്, ഹലോ, വെൽക്കം ടു എറോറ മീഡിയ നെറ്റ്വർക്ക്. ഈ നടനെ നമ്മൾ പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ലത് പത്തരമാറ്റിലെ 3 പെൺമക്കളുടെ സ്നേഹനിധിയായ അച്ഛൻ ഗോവിന്ദൻ എന്നാണ്. പക്ഷേ ഈ നടനെ ഞാൻ പറയുകയാണെന്നുള്ളത് നിരവധി സിനിമകളിലും സീരിയലുകളിലൂടെയും ശ്രദ്ധേയനായ ടോണി ചേട്ടനാണ് ഇന്ന് അതിഥിയായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ആളുകളും ഈ ഏഷ്യാനെറ്റിലെ സീരിയൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പത്തരമാറ്റിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ടോണി ചേട്ടൻ? ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു സീരിയല് കളിവീട് എന്ന് പറഞ്ഞ സൂര്യ ചാനലിലാണ്. അത് 1000 എപ്പിസോഡ് പൂർത്തീകരിച്ചപ്പോൾ അത് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത് പത്തരമാറ്റിൽ. അപ്പോൾ പ്രദീപണിക്കർ എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഏകദേശം രൂപം പറഞ്ഞു. ഇങ്ങനെ 3 കുട്ടികളുടെ അച്ഛനാണ്, തീരെ സാമ്പത്തികമില്ലാത്തൊരു കുടുംബമാണ്. അപ്പോൾ ഗോവിന്ദൻ എന്നുള്ള കഥാപാത്രമാണ്, ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒരു ഡിഫറൻ്റായിട്ട് നിങ്ങൾ ഈ അടിപിടി ഒന്നും ഇല്ലാത്തൊരു സാധാരണക്കാരനെ, ഒരു ഗ്രാമത്തിൽ ജനിക്കുക, ഒരു പാവപ്പെട്ടവൻ, ഈ ചിത്രകലാകാരനാണ്, ചിത്രകാരനാണ്. അപ്പോൾ ഞാൻ ആ കഥ എനിക്ക് കേട്ടു. അപ്പോൾ ഡയറക്ടർ എൻ്റെ വലിയ ഫ്രണ്ട് ഷൈജു സുകേഷ്, കെ രാജുവിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് സീരിയൽ സസ്നേഹമൊക്കെ ചെയ്തിട്ട് അധികം പറഞ്ഞു നല്ല ക്യാരക്ടറാണ്, ചേട്ടനത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, കാരണം നമുക്കിത് ഈ സീരിയൽ കാണുമ്പോൾ ഇപ്പം ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാണാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ ഈ പ്രേക്ഷകരുടെ ഈ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമ്മളൊരു സീരിയലിൽ അഭിനയിച്ചതും അതിലെ കഥാപാത്രം എന്തുമാത്രം അവർക്ക് ആഴത്തിൽ പതിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടറുമായിട്ട് ഒത്തുപോകാൻ പറ്റി. പിന്നെ വേറെ സീരിയൽ ഞാൻ ചെയ്യുന്നില്ല, ഇപ്പോൾ ഈ പത്തരമാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഥാപാത്രമായിട്ട് കുറച്ചെങ്കിലും നമ്മളതിൽ ഒരു പൂർണ്ണത പുലർത്തണം. കാരണം അല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം മിക്ക സിനിമയിലും ഞാൻ വില്ലനായിട്ടും ഇടി അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അങ്ങനെ ഗൗരവമുള്ള വേഷങ്ങൾ. ഇതൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. 3 കുട്ടികളുടെ അച്ഛൻ, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിൽ, ഭാര്യ ഭയങ്കര പണത്തിൻ്റെ അഹങ്കാരം കാണിക്കുന്നൊരു ക്യാരക്ടർ. അപ്പോൾ ഇവരെ വളർത്തണം, ഇവരെ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ പോകുന്നൊരു കഥാപാത്രം, വളരെ ശുദ്ധനായ ഒരു ക്യാരക്ടർ, സത്യത്തിൻ്റെ വഴി കൂടെ പോകുന്നൊരു കഥാപാത്രം. അപ്പോൾ നേരെ തിരിഞ്ഞൊരു ക്യാരക്ടറാണ്. അതെ, എനിക്ക് തോന്നുന്നു ആദ്യം മുതലേയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ സേതു എന്ന് പറഞ്ഞ കഥാപാത്രം, അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിലെ എപ്പോഴും ഒരു ഫിനാൻസ് മിനിസ്റ്ററിന്റെ ഒരു ക്യാരക്ടർ മിനിസ്റ്ററും പിന്നെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വില്ലൻ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു മാറ്റമാണ് ഈ ഒരു സീരിയലിലൂടെ എന്ന് പറയുന്നത്. അത് ശരിക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ആ ഒരു സീരിയൽ. അല്ല, ഒരു പിന്നെ ഓരോ കഥാപാത്രങ്ങൾ ചെയ്താലും ആ സീരിയൽ ഹിറ്റാവുന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. നമ്മൾ ഒരു നല്ല വേഷം ചെയ്തിട്ട് ആ സീരിയലിൽ ക്ലിക്കായില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. ഇത് ഭാഗ്യം കൊണ്ട് ഈ സീരിയൽ ക്ലിക്കായി, അതുകൊണ്ട് വളരെ സന്തോഷം. അല്ല, ഈ പൊതുവെ സീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടം തുടങ്ങി ഇപ്പോൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന ഒരു വീട്ടിലെ ഒരു ഫാമിലി ഓഡിയൻസ് എല്ലാവരും ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമ ചെയ്തതിനേക്കാളും കൂടുതൽ സീരിയൽ ഒരു കഥാപാത്രം ഒരു പ്രേക്ഷകന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ 126ാമത്തെ സീരിയലാണ് ഇപ്പോൾ ഈ പത്തരമാറ്റ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഓരോ മിഖായലിൻ്റെ സന്തതികൾ എന്ന സീരിയൽ, ജൂഡട്ടിപ്പേറ്റിയുടെ സീരിയലിലാണ് എൻ്റെ തുടക്കം.
ആ തുടക്കം തന്നെ എൻ എഫ് വർഗീസും ബിജു മേനോനും എലിയാസ് ബാബു അങ്ങനെ മികച്ച നടന്മാരുടെ നീനാക്കുറുപ്പ്, അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ചാണ് എൻ്റെ തുടക്കം. അത് ഗംഭീര ഹിറ്റായിരുന്നു. അത് ദൂരദർശനിൽ വന്നാണ്. പിന്നീട് അത് സിനിമയായപ്പോഴും ആ ക്യാരക്ടർ ഞാൻ ചെയ്തു. ഒരു വക്കച്ചൻ എന്ന് പറഞ്ഞൊരു വില്ലൻ ക്യാരക്ടറായിരുന്നു. ജോസ് പ്രാഷിൻ്റെ ജാരസന്തതിയുടെ മകനായിട്ടാണ് അഭിനയിച്ചത്. അത് സിനിമ വന്നപ്പോഴും അതേ ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ പടം ഓടിയില്ല. എന്നാലും ആ ഒരു ക്യാരക്ടർ സിനിമയിൽ ചെയ്യാൻ പറ്റുക. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ അടയാർ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു സിനിമ ഇതിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പൊ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 1982 തുടങ്ങിയ ഒരു സിനിമ യാത്രയാണ്. ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? അടയാറിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു രഘുവരൻ. അന്ന് പുള്ളി സിനിമയിലൊക്കെ ഈ തമിഴ് പടത്തിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ അടയാർന്ന് പഠിച്ചിറങ്ങിയപ്പോഴേക്കും അയാൾ സൂപ്പർ സ്റ്റാറായി. രഘുവരൻ മലയാളിയാണ്, പാലക്കാടുകാരനാണ്. പക്ഷേ അയാൾ പഠിച്ചതും വളർന്നൊക്കെ തമിഴ്നാട്ടിലായതുകൊണ്ട് നന്നായിട്ട് തമിഴ് പറയും. അപ്പോൾ പുള്ളി എന്നെ ആ കാലത്ത് ഈ തമിഴ് സിനിമയിൽ പല ഭാരതിരാജ, അന്നത്തെ ഭാഗ്യരാജ്, പിന്നെ കെ ബാലചന്ദർ, കുറേ സംവിധായകർ എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ചെന്നൈയിലിരിക്കുമ്പോൾ. അന്ന് മദ്രാസ് എന്നാണല്ലോ അറിയപ്പെടുക, മദിരാശി. അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ എനിക്കവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ വീട് അന്ന് മഞ്ചേരിയിലായിരുന്നു, മലപ്പുറം. അപ്പോൾ വീട്ടിൽ അങ്ങനെ ചെല്ലണം എന്നൊരു മാനസികമായിട്ടൊരു ഹോം സിക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ ഈ തമിഴുമായിട്ട് ഈ മദ്രാസിലെ താമസം എനിക്ക് ശരിയാവുന്നില്ല. പിന്നെ മമ്മൂക്കയാണ് എന്നെ ഈ സിനിമയിലേക്ക് തുടക്കം, കുറേ വേഷങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ പടങ്ങൾ, അബ്കാരി, ആദ്യകാലത്തെ പടങ്ങൾ, പിന്നെ 20-ാം നൂറ്റാണ്ട്, അത് അദ്ദേഹമല്ല അഭിനയിച്ചെങ്കിലും റെക്കമെൻഡേഷൻ കെ മധു വഴി മിനിസ്റ്ററായിട്ട് അഭിനയിക്കാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിച്ചു. ഒരു നോക്ക് കാണാൻ, സ്നേഹമുള്ള സിംഹം, ഗീതം, അതിലെ പാട്ടുകാരൻ, എന്നിനാഥൻ്റെ നിമ്മി, ഇതൊക്കെ മമ്മൂക്ക അഭിനയിച്ച സാജൻ്റെ പടങ്ങളാണ്. അതെ. ഞാനൊരു 9 പടത്തിൽ സാജൻ്റെ അഭിനയിച്ചിട്ടുണ്ട്. സാജൻ്റെ പടങ്ങൾ എസ് എൻ സ്വാമി അവരൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അതിലൊക്കെ മമ്മൂക്കയായിരിക്കലും നായകൻ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ നമ്മൾ ചെറുപ്പമാണെങ്കിലും അന്ന് ഒന്നുകിൽ ഒരു കോളേജ് വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഒരു ചെറിയ വില്ലൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഭിനയിക്കും. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗോഡ്മാൻ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടത്തിൽ ഒരു കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഒരു മത്സ്യ ഇതുമായിട്ട് ഇങ്ങനെ മുക്കുവൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ആ പടം സൂപ്പർ ഹിറ്റായിരുന്നു. ആ ക്യാരക്ടറും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യത്തിന് ശ്രദ്ധേയമായി. പിന്നെ കുറേ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ചു. പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. ശരിക്കും ഞാൻ ഒരു ചേട്ടൻ്റെ ഒരു കാര്യം, സിനിമ മേഖല അല്ലെങ്കിൽ സിനിമ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയ സമയത്ത് പല അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ബാലേന്ദ്ര മേനോൻ സാർ, ഐ വി ശശിയേട്ടൻ്റെ, ഹരിഹരൻ സാറിന്റെ വടക്കൻ വീരാത. അതെ. അപ്പൊ ഇത്രയൊരു ലെജൻഡിന്റെ കൂടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തില്? ഓരോ സംവിധായകരും ഓരോ രീതിയാണ് അവരുടെ ഡയറക്ഷനൊക്കെ. ഇപ്പോൾ ശശിയേട്ടൻ ഭയങ്കര ഫാസ്റ്റാണ്. അയാൾ ഇപ്പോൾ 1000 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ 1000 പേരുടെ ഇടയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ ആൾക്ക് ഒരു പേടിയില്ല. കാരണം പുള്ളി ചെയ്ത പടങ്ങളെല്ലാം ഈ ബിഗ് ബഡ്ജറ്റും പിന്നെ ഈ മാർക്കറ്റും അങ്ങാടി പോലത്തെ സിനിമകളും ഈ നാട് പോലത്തെ സിനിമകളൊക്കെയാണ്. അപ്പോൾ അയാൾക്കത്, പക്ഷേ അരൺ സാർ അങ്ങനെയല്ല. കഥ നോക്കി, സബ്ജക്റ്റ് നോക്കി അയാളുടെ പടങ്ങളെല്ലാം ശ്രദ്ധിച്ചറിയാം. ഐ വി ശശിയുടെ പടത്തിൻ്റെ ട്രെൻഡായിരിക്കില്ല ഹരിഹരൻ സാറ്. ഹരിഹരൻ സാറിൻ്റെ ട്രെൻഡല്ല ബാലേന്ദ്ര മേനോൻ. ബാലേന്ദ്ര മേനോൻ്റെ സ്റ്റൈലല്ല കെ മധു, സാജൻ വേറെ. അപ്പോൾ എല്ലാ ഓരോ സംവിധായകർക്കും അതിൻ്റെ കഴിവുകളുണ്ട്. അവരെല്ലാം അന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരാണ്. അവരുടെ പടങ്ങളിലൊക്കെ ഞാൻ അഭിനയിച്ചു. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ പടങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു പടം ചെയ്തത് ഇത്തിക്കര പപ്പൻ എന്ന് പറഞ്ഞിട്ട്, അതൊരു പുതിയ ഡയറക്ടറാണ്. ഇപ്പം എല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ മിസ്റ്റർ ഡീസൻറ്റ്, അനിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അയാളും പുതിയ ഡയറക്ടറാണ്. അപ്പോൾ ഈ 2 പടവും പുതിയ ആൾക്കാർ, ന്യൂജൻ പടങ്ങളാണ്. അപ്പം നമുക്ക് ഒന്നിൽ ടിനി ടോം ഉണ്ട്, മറ്റേതിൽ പുതിയ ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ഒന്നും വ്യത്യാസമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം എക്യുപ്മെൻസും എല്ലാം മാറി എന്നല്ലാതെ ഈ ഡയറക്ഷനിലൊക്കെ ഒരേ എനിക്ക് തോന്നുന്നു യുവാക്കൾ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള സിനിമകളാണല്ലോ. അതെ ഇപ്പൊ വരുന്നത്. അതെ.
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മഞ്ചേരി എന്നാണ് സ്വദേശം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞ വക്കീലായിരുന്നു, മമ്മൂക്ക ശിഷ്യനായിരുന്നു എന്നുള്ള പല ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ശിഷ്യനല്ല, അച്ഛന്റെ സുഹൃത്തായിരുന്നു. കാരണം അഡ്വക്കേറ്റ് ആണല്ലോ. മമ്മൂക്ക ഞാൻ 4 വർഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തൃഷ്ണ സിനിമയൊക്കെ റിലീസായപ്പോഴേക്കും അദ്ദേഹം അവിടുന്ന് പോയി എറണാകുളത്തേക്ക് വന്നു. പിന്നെ ഭയങ്കര തിരക്കായി. ഈ ഹീറോ ആയിട്ട് അഭിനയിച്ച പടമാണ് തൃഷ്ണ. അത് സൂപ്പർ ഹിറ്റായിരുന്നു. MTIV ശശി ആ പടം ഹിറ്റായപ്പോഴേക്കും പുള്ളിക്ക് ഇഷ്ടം പോലെ പടങ്ങളായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ നല്ല ബെസ്റ്റ് ആക്ടറല്ലേ എന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാരിൽ എണ്ണുകയാണെങ്കിൽ ഒരാൾ മമ്മൂക്കയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു വീട്ടിലൊരു സിനിമയിൽ വരുന്ന സമയത്ത് വീട്ടുകാരുടെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു ആ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത്? അച്ഛൻ വക്കീലായതുകൊണ്ട് അച്ഛന് ഈ സിനിമയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്കും താല്പര്യമില്ല. അമ്മ എറണാകുളംകാരിയാണ്. അവർ നമ്മൾ പഠിച്ച് വക്കീലാവണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ രീതി അങ്ങോട്ടല്ലായിരുന്നു, അഭിനയത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ കിട്ടിയ വേഷങ്ങളൊക്കെ നല്ല വേഷങ്ങളായതുകൊണ്ട് ഇവിടം വരെ എത്തിപ്പെട്ടു. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ട് ഈ കലാമേഖലകളിൽ ഞാൻ മഞ്ചേരി NSS കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ CL ജോസിൻ്റെ ജ്വലനം എന്ന് പറഞ്ഞ നാടകമുണ്ട്. അന്നൊരു ഡോക്ടറായിട്ട് അതിൽ അഭിനയിച്ചു. പിന്നെ ഈ അവിടുത്തെ മഞ്ചേരിയിലെ ഈ മറ്റേ ഉത്സവ ക്ലബ്ബുകളുണ്ട്, ചെറിയ ചെറിയ ക്ലബ്ബുകൾ. നമ്മൾ എറണാകുളം പോലെയുള്ള അതല്ല, ചെറിയ ക്ലബ്ബുകൾ, സെൻറ്റ് മേരീസ് ക്ലബ്ബ് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ചെറിയ അതിൽ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുക. പിന്നെ മഞ്ചേരി ബാർ അസോസിയേഷൻ, വക്കീൽമാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അന്ന് പിന്നെ KT മുഹമ്മദിൻ്റെ ഒരു സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞ, അല്ല KT മുഹമ്മദ് അല്ല, NN പിള്ള സാറിൻ്റെ സുപ്രീം കോർട്ട് എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു തെറിച്ച പയ്യനായിട്ട് വേണം. അപ്പോൾ വക്കീൽമാർ അത് ചെയ്യില്ല. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ചെയ്തു അന്ന് വക്കീൽമാരുടെ കൂടെ. അത് നല്ല അഭിപ്രായം കിട്ടി. അങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തിയിരിക്കുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു നിരവധി സിനിമകളിലും സീരിയലൊക്കെ അഭിനയിച്ചു. പിന്നെ സീരിയലിലേക്കുള്ളൊരു മാറ്റം എങ്ങനെയായിരുന്നു? മാറ്റം ഇത് തന്നെ. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീരിയലിൽ വരുന്നത് മിഖായിലിൻ്റെ സന്തതികൾ. അത് എന്നെ ജൂഡത്തിപ്പേറ്റി ഇങ്ങനെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതാണ്. ആ സീരിയൽ ക്ലിക്കായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സീരിയൽ വരുന്നു. അത് ഉഷയായിരുന്നു നായിക. മറ്റേ കഥ പറയുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അന്ന് ദൂരദർശനിൽ ഇതെല്ലാം ക്ലിക്കായ സീരിയലുകളാണ്. കഥ പറയുന്ന കണ്ണുകൾ, അതുപോലെ പെരിയാറ്റിൻ തീരത്ത്, അതിലെനിക്ക് വനിതാ ഗാലപ്പോൾ അവാർഡ് കിട്ടി. അനന്തു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സീരിയൽ ദൂരദർശൻ. പിന്നെ ദൂരദർശൻ കഴിഞ്ഞ് പിന്നെ വേറെ നമ്മുടെ ചാനലുകളായി, കുറേ ചാനലുകൾ വന്നു. അതിലിങ്ങനെ എല്ലാ ചാനലിലും ഇപ്പോൾ സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും നിരവധി സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കൊരു നല്ലൊരു കഥാപാത്രം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തോന്നും. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ചെയ്തത് വീണ്ടും പടം കാണുമ്പോഴോ അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോൾ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു നമുക്ക് തോന്നും. അത് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു സ്വഭാവമാണ്. ഒന്നും കൂടി നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ ഡബ്ബിങ്ങിൽ ഡയലോഗ് മോഡുലേഷൻ കറക്റ്റാക്കാമായിരുന്നു. പക്ഷെ അത് കാര്യമില്ലല്ലോ, കാരണം കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും. അത് അങ്ങനെ കുറച്ചും കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. അതെല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള പല നടന്മാരും സിനിമയിൽ അഭിനയിച്ചവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ തിരിച്ചു വന്ന കുറെ ഉണ്ട് ഒരുപാട്. അതെ. പിന്നെ ഈ നവാസ് പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. എന്താ വെച്ചാൽ അത്രയും സിനിമകൾ ചെയ്തിട്ട് ഒരു ശ്രദ്ധിക്കപ്പെടാനുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുറേ നല്ല സിനിമകൾ ചെയ്തിട്ട് പോലും നമുക്കൊരു രണ്ടാമതൊരു എൻട്രി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് പക്ഷെ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവർക്കും കൂടി തോന്നണം, ഒരു ഡയറക്ടർക്ക് തോന്നണം, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് തോന്നണം, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് തോന്നണം ഈ ക്യാരക്ടർ ടോണി ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോഴേ നമ്മളതിലേക്ക് എൻ്റർ ആവുള്ളൂ. അത് സമയമാണ്, ഭാഗ്യം കൂടി വേണം, ഈശ്വരാധീനം വേണം, ഇതെല്ലാം വേണം, കഴിവ് വേണം. പക്ഷെ ടോണി ചേട്ടനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിലത്തെ പോലെ തന്നെ കാണാൻ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അത് ഇപ്പൊ ടോണി ചേട്ടൻ ഒരു ഇവന്റിന് വന്നാലും എല്ലാവരും എന്തായാലും പറയും ടോണി ചേട്ടനാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രായത്തിന്റെ അല്ല, അതായത് നമ്മള്
പോകുന്ന ജീവിത രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെതായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സിനിമകളിൽ നിന്ന് സീരിയലിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോ സിനിമ അഭിനയമല്ല ഒരു സീരിയൽ അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അല്ലല്ല, അത് അഭിനയത്തിന്റെ ഒരു മാറ്റം അതിലൊരു മാറ്റമില്ല. കാരണം അഭിനയിച്ചതന്നെ പറ്റൂ. അത് ഓരോ കഥാപാത്രം അനുസരിച്ച് നമ്മൾ അഭിനയിക്കും. ഇപ്പോൾ സിനിമയിൽ ആ ക്യാരക്ടർ, ഇപ്പോൾ ഗോവിന്ദൻ എന്ന കഥാപാത്രം സിനിമയിൽ അഭിനയിച്ചാലും ഇങ്ങനെയൊക്കെയല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സാധാരണ ഒരു മനുഷ്യനായിട്ട് അഭിനയിക്കണം. സിനിമ ആയതുകൊണ്ട് കുറച്ച് ഗ്ലാമറായിട്ട് ജീൻസും കൂളിംഗ് ഗ്ലാസ്സും ഇട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഈ ക്യാരക്ടർ പറ്റുമോ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തേ പറ്റൂ. അതിൽ മാറ്റമൊന്നുമില്ല. സിനിമയും സീരിയലും അഭിനയമൊക്കെ ഒന്ന് തന്നെയാണ്. അത് വെറുതെ പറയുന്ന സീരിയലിൽ ഇങ്ങനെ അഭിനയിക്കുക. പിന്നെ സ്പീഡുണ്ട് സീരിയലിന്. അതായത് പിന്നെ ഒരു സീരിയൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 8 സീനെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒന്നത് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുന്നു, പിന്നെ ഈ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാൻ നോക്കണം. ഇതാണ് അതിൻ്റെ മെയിൻ. കാരണം അവിടെ എപ്പിസോഡിന് അനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അവർ മാക്സിമം ഒരു 2 എപ്പിസോഡെങ്കിലും എടുത്തെങ്കിലേ പ്രൊഡ്യൂസർ സേഫ് ആവുള്ളൂ. അപ്പം നമ്മളൊക്കെ കയറി വരുമ്പോൾ നമുക്കൊരു 5 ദിവസത്തെ ഡേറ്റ് ആണെങ്കിൽ 5 ദിവസം ശരിക്ക് ജോലി ചെയ്യണം. അപ്പോൾ ആ സ്പീഡായി 8 സീൻ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 10 സീൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം അത്ര റിഹേഴ്സലൊന്നും എടുക്കാൻ പറ്റില്ല. സിനിമയ്ക്ക് അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു സീനേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു സീൻ്റെ പകുതി ഉണ്ടാവുള്ളൂ വലിയ സീനാണെങ്കിൽ. സീരിയൽ അങ്ങനെ പറ്റില്ല. ഒരു കല്യാണം തന്നെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർക്കും. 100 പേരുണ്ടാവും ആകെ. അപ്പോൾ അത് സ്പീഡ് കൊണ്ട് ചിലപ്പോൾ അതിൻ്റേതായ ചെറിയ താളപ്പിഴകളുണ്ടാവും. അല്ലാതെ വേറെ അഭിനയത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ദൂരദർശനിലൊക്കെ ഉള്ള സീരിയൽ, അല്ലെ ഏഷ്യനിലെ സീരിയൽ എന്നൊക്കെ അതിന്റെ ഒരു ക്വാളിറ്റി എനിക്ക് കുറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട്. അത് ഇതാണ് സംഭവം. സ്പീഡാണ്. സ്പീഡാകുമ്പോൾ നമുക്ക് ക്വാളിറ്റി നോക്കാൻ പറ്റില്ല. റിഹേഴ്സൽ വളരെ കുറയും. ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒന്ന് റിഹേഴ്സൽ നോക്കാം, പിന്നെ ടേക്കാണ്. അത് അടുത്ത സീൻ റെഡിയാണ്. വൈകുന്നേരം 9 മണിയാകുമ്പോൾ തീരണ്ടേ. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ആ സംവിധായകനും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഒരു 10-20 ആർട്ടിസ്റ്റും കൂടി ആകുമ്പോൾ ഇവരുടെ ക്ലോസ് എടുക്കണം, സജഷൻ എടുക്കണം, പിന്നെ വൈഡ് എടുക്കണം. ഇതൊക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ഇവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ 9 മണി കഴിഞ്ഞാൽ ബാറ്റ പിന്നെ കൂടുകയായി. അപ്പോൾ 9 മണിക്ക് നിർത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം സീരിയലിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഥയിൽ തന്നെ മാറ്റം വരും. പലരും എനിക്കൊരു പേഴ്സണലി ചില സീരിയൽ ഇഷ്ടപ്പെടാത്ത ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വീടുകളിൽ നടക്കുന്ന അമ്മായിമ്മ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറെ കണ്ണീർ പരമ്പരകളായിരിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു ചേഞ്ച് ആണ് ഈ പത്തരമാറ്റിൽ എനിക്ക് തോന്നുന്നത്. അത് ഒരു കൂട്ടുകുടുംബവും അതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു ഫാമിലി, ഒരു ചെറിയ ഫാമിലിയിൽ നടക്കുന്ന അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ് ഈ പത്തരമാറ്റ്. അത് അങ്ങനെ സ്പീഡിൽ കൊണ്ടുപോകുന്നോണ്ടായിരിക്കണം ജനങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഗൗരവമുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പൊ ഏത് തരം ഇനി ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ഏത് തരം ഒരു കഥാപാത്രം, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ചെയ്യണം? അല്ല, ഞാനൊരു 80% നമ്മൾ ആഗ്രഹിച്ച കുറേ കഥാപാത്രങ്ങൾ ചെയ്തു. ഇപ്പോൾ ഒരു കളക്ടർ ആവണമെന്ന് ജീവിതത്തിൽ നടക്കുമല്ലോ. അപ്പോൾ സിനിമയിൽ കളക്ടറായി. പിന്നെ പോലീസ് ഓഫീസർ ആവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഫിനാൻസ് മിനിസ്റ്ററായി. പിന്നെ ഒരു കർഷകനായി ഒരു പടത്തിൽ അഭിനയിച്ചു. ലോറി ഡ്രൈവറായിട്ട് അടിവാരം എന്ന് പറഞ്ഞ സിനിമയിൽ മുരളിച്ചേട്ടനും വിജയരാഘവൻ്റെ കൂടെ അഭിനയിച്ചു. പിന്നെ മത്സ്യബന്ധന മറ്റേ മുക്കുവനായിട്ട് അതഭിനയിച്ചു. പിന്നെ ഈ അസുഖബാധിതനായിട്ട് ഉള്ള വേഷം അത് അഭിനയിച്ചു. അപ്പോൾ 80% ഞാൻ ഓരോ ആഗ്രഹിച്ച കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അത് വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ പുതിയ നടന്മാർ തൊട്ട് പഴയ കാലഘട്ടത്തിലെ നടന്മാർ വരെ പറയാറുണ്ട് മമ്മൂട്ടി പല നടന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കനായിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എന്തൊരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും? അല്ല, പുള്ളി ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആരോടും പറയുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി. പറയും പേഴ്സണലായിട്ട് ഇപ്പോൾ എന്നെ റെക്കമെൻഡ് പിന്നെ ജോൺ പോൾ എന്ന് പറഞ്ഞാൽ അന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ തിരക്കഥാകൃത്താണ് ജോൺ പോൾ സാർ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടോണി, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ നിങ്ങൾ ടോണിയെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ട്. ജോൺ പോൾ അദ്ദേഹം വലിയ അന്ന് എനിക്ക് തോന്നുന്നു യാത്ര, ഓളങ്ങൾ, വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന. അപ്പോൾ ഞാൻ തന്നെ കിടുങ്ങിപ്പോയിട്ടുണ്ട്. എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. പക്ഷെ പുള്ളി അത് ആരോടും പറയുന്നില്ല.
അത് വലിയ ഇതാണ്, ആരോടും പറയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, മലയാള സിനിമയിൽ ഇത്രയധികം പുതുമുഖ സംവിധായകരെ കൊണ്ടുവന്ന ഒരു നടൻ മമ്മൂക്ക അല്ലാതെ മലയാളത്തിൽ വേറെ ആരുമില്ല. ക്യാമറാമാൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, പിന്നെ ആർട്ടിസ്റ്റ്, ഇവരെല്ലാം മമ്മൂക്കയാണ്. പുതിയ പുതിയ ആൾക്കാരെ, പുതിയ ന്യൂ ജൻ, അതിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ ശരിക്കും മമ്മൂക്കയാണ് ചെയ്തത്. സത്യം. മമ്മൂക്ക തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ, അത് അദ്ദേഹത്തിന് തോന്നണം, ഈ ഇന്ന ആള് നന്നായിട്ട് വരും എന്ന് അയാൾക്ക് തോന്നിയാൽ മമ്മൂക്ക അയാളെ കൊണ്ടുവരും. പിന്നെ അയാൾ രക്ഷപ്പെടുന്നത് അയാളുടെ ഇതാണ്. എന്നോട് പലപ്പോഴും പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, ഞാനിത് സിൻസിയറായിട്ട് പറയും, പിന്നെ ടോണി ഉണ്ടോ ഇല്ലേന്ന് അത് അവരാണ് തീരുമാനിക്കുക. അത് സംവിധായകൻ, നിർമ്മാതാവ്, പിന്നെ അതിൻ്റെ കഥാകൃത്ത് എല്ലാം എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണല്ലോ ഈ ഹീറോ ഒഴിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. സത്യം. അത് ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലുള്ള നടന്മാർ വരെ എപ്പോഴും പറയണം. അതന്നെ, അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കും, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഹരിഹരൻ സാറിന്റെ കൂടെ ഉള്ള ഒരു ഞാൻ ഒരു പടേ അഭിനയിച്ചിട്ടുള്ളൂ, വടക്കൻ വിരാത. അത് MT സാറാണ് എന്നെ കാസ്റ്റ് ചെയ്ത്, സുരേഷ് ഗോപിയുടെ അനിയനായിട്ട് ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രം, ആരോമിലുണ്ണിയുടെ ബ്രദർ. കുറച്ചുള്ളൂ. അപ്പോൾ MT സാർ പറഞ്ഞു ഇങ്ങനെ, പിന്നെ മീശയൊക്കെ കളയണം, ഈ എല്ലാ രോമവും കളയണം, ഈ ആരോമൽച്ചകളുടെ അനിയൻ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ ഒരു നല്ല ഒരു കുട്ടപ്പനായിരിക്കണം, പിന്നെ തലയിലൊക്കെ ഒരു വിഗ് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, ഗുരുവായൂരായിരുന്നു ഷൂട്ടിങ്, ആനത്താവളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടാണ്, ആനക്കോട്ട. അതിൻ്റെ ഉള്ളിൽ സെറ്റ് ഇട്ടിരിക്കുക, ഉണ്ണിയാർച്ചയുടെ ഇതൊക്കെ സെറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് എന്നെ ഇതൊക്കെ ഷേവൊക്കെ ചെയ്ത് മേക്കപ്പ് കിട്ടപ്പോൾ അരുൺ സാറ് ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് സീൻ തന്നെ സുരേഷ് ഗോപി ഞാനും ഇങ്ങനെ ഇദ്ദേഹം യുദ്ധത്തിന് പോവുക. അപ്പോൾ ഞാൻ പറയും, പോകേണ്ട വല്ല കാര്യമുണ്ടോ കരഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സീൻ, നല്ല സീനായിരുന്നു അത്. അപ്പോൾ നന്നായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട്. അപ്പോൾ അരുൺ സാറിൻ്റെ ഒരു, പിന്നെ പുള്ളി എത്രയോ നല്ല സിനിമകൾ ചെയ്ത്, വലിയ സിനിമകൾ ചെയ്ത ആളാണ്. അപ്പോൾ ആ സീൻ ചെയ്തപ്പോൾ പുള്ളി ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ അവിടെ അത് അഭിനയിച്ചു പോകും. ആ ഒരു സിനിമയെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അരുൺ സാറിനെയും വർഷത്തിലോ 2 വർഷത്തിലോ ഒരു പടം ചെയ്യും. അല്ല, ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും നമ്മളെ കാണുന്ന ഒരു തരം, ഇപ്പൊ റിലീസ് ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഹാപ്പിനെസ് എങ്ങനെയായിരുന്നു റിലീസ് ചെയ്തപ്പോൾ? എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം 28-30 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുക പുതിയ 4K സിസ്റ്റത്തിലേക്ക്. അപ്പോൾ അതിന് പിന്നെ പുതിയൊരു പടം പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം ഷൂട്ട് ചെയ്ത ഒരു പുതിയ മമ്മൂക്കയുടെ പടം എന്നുള്ളത് തോന്നി. അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആളുകൾ അത് കണ്ടപ്പോൾ, പുതിയൊരു തലമുറ സിനിമ കണ്ട സമയത്ത് അവർക്കൊരു പുതുമയായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് ആ പടത്തിന്. പിന്നെ ഇത് ഫൈറ്റ്, പിന്നെ വാൾ ഫൈറ്റ്, ഇതൊക്കെ പഠിക്കണ്ടേ.